അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പാവപ്പെട്ട ട്രൈബൽ കുട്ടികളെ സംഘടിപ്പിച്ച് അവരെ എഴുതാനും വായിക്കാനും ആടാനും പാടാനും പഠിപ്പിക്കുന്ന പുതിയൊരു ഈവനിംഗ് സ്കൂളിന് മേഘാലയയിൽ തുടക്കമിട്ടു. കപ്പുച്ചിൻ വൈദികനായ ഫാദർ അനിൽ ജോസഫിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ ആരംഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഫാദർ അനിൽ കൊല്ലകുന്നേൽ. ഞാൻ കോട്ടയം പ്രൊവിൻസിൻ്റെ കീഴിലുള്ള ആസാം മേഘാലയ മിഷനിൽ വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ ഇപ്പോൾ ഉള്ളത് മേഘാലയയിലാണ്. മേഘാലയയിൽ ഞങ്ങളുടെ കപ്പൂച്ചിൻ അച്ഛന്മാരുടെ മൈനർ സെമിനാരിയിലെ റെക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ഞാൻ ഏകദേശം ഒരു 22 വർഷമായിട്ട് ഞാനിവിടെ മേഘാലയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇടവകകളിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹോസ്റ്റലുകളുടെ ഇൻചാർജായിട്ടുണ്ടായിരുന്നു, സ്കൂളുകളുടെ ഇൻചാർജായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്: നമ്മളുടെ മേഘാലയയിലെ കുട്ടികൾ ഒത്തിരി പേര് ഡ്രോപ്പ് ഔട്ടായിട്ട് പോകുന്നു. നമുക്കറിയാം, മേഘാലയയിൽ ഏകദേശം 22% സ്റ്റുഡൻസ് ഹൈസ്കൂളിൽ ഡ്രോപ്പ് ഔട്ടുണ്ട്. അത് ശരിക്കും ഒരു അലാമിംഗ് നമ്പറാണ്. അതുപോലെ തന്നെ LP ലെവലിൽ, UP, അതുപോലെ തന്നെ ഹൈസ്കൂളിൽ, ഹയർ സെക്കൻഡറിയിലൊക്കെ ഒത്തിരി ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വില്ലേജ് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ചിലർ 5ാം ക്ലാസ് കഴിഞ്ഞ് ഡ്രോപ്പ് ഔട്ടായിട്ട് പോകുന്നു, ചിലർ 7ാം ക്ലാസ് കഴിഞ്ഞ്, ചിലർ 10ൽ ഡ്രോപ്പ് ഔട്ട് ആകുന്നു, ചിലർ 11ാം ക്ലാസ്സിൽ ഡ്രോപ്പ് ഔട്ട് ആകുന്നു, 12ൽ പരീക്ഷയ്ക്ക് മുമ്പ് ഡ്രോപ്പ് ഔട്ട് ആകുന്നു. അതൊരു ഭയങ്കര ഒരു അലാമിങ്, ഇറ്റ്സ് റിയലി എ ചാലഞ്ച്. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഈ മേഘാലയയിൽ തന്നെ ഞങ്ങളുടെ ഗാരോ ഹിൽസിൽ അവിടെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ഹയർ സെക്കൻഡറി ലെവലിൽ ഏകദേശം എത്രയാണ് 32 to 35% ആണ്. ഇറ്റ്സ് റിയലി അലാമിങ്. അപ്പോൾ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പണ്ട് തൊട്ട്. അപ്പോൾ ഞാൻ 2022 ഞാനിങ്ങനെ ഒരു റിസർച്ചിന് ഞാനിങ്ങനെ എൻറോൾ ചെയ്തു. ഇപ്പോൾ 4 വർഷത്തെ റിസർച്ച് ഞാൻ കഴിഞ്ഞു. എൻ്റെ റിസർച്ച് കംപ്ലീറ്റഡ് ആയി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലി അലാമിംഗ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളൊരു വലിയ ആഗ്രഹം വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ഈവനിങ് സ്കൂൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. കാരണം പല പിള്ളേരും രാവിലെ അവർ സ്കൂളിൽ പോകും, അവരുടെ വില്ലേജ് സ്കൂളുകളിൽ പോകും. അത് കഴിഞ്ഞ് ഏകദേശം 10 മണിക്ക് ആകുമ്പോഴത്തേക്ക് പലയിടത്തും സ്കൂൾ കഴിയും, ചിലർക്ക് 12 ആകുമ്പോൾ കഴിയും. അത് കഴിഞ്ഞ് പിള്ളേരിങ്ങനെ ചുമ്മാ കറങ്ങി നടക്കുകയാണ്. ചിലർ ജോലിക്ക് പോകും, ചിലർ മാതാപിതാക്കന്മാരെ സഹായിക്കാനായിട്ട് പോകും, ചിലർ പശുവിനെ നോക്കാൻ പോകും. അതുപോലെ തന്നെ പഠിത്തം എന്ന് പറയുന്നത്, സ്റ്റഡി എന്ന് പറയുന്ന ഒരു സൈഡ് ബിസിനസ് ആയിട്ടാണ് പല പിള്ളേരും ഞാൻ കാണുന്നത്. അപ്പോൾ ഈ പിള്ളേരെ എങ്ങനെയെങ്കിലും നമ്മൾ വൈകിട്ട് ഒരുമിച്ച് കൂട്ടി ഇവിടെ ഒരു ഈവനിങ് ക്ലാസ് അറേഞ്ച് ചെയ്യാനുള്ള ഒരു വലിയൊരു ആഗ്രഹം എനിക്ക് ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി. അത് ഞാനിങ്ങനെ എൻ്റെ ഒരു അങ്കിളുമായിട്ട്, ജോൺ തെങ്ങുമള്ളിയുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ച് പുള്ളി പറഞ്ഞു, ഐ വിൽ ഗിവ് യു മാക്സിമം സപ്പോർട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പുള്ളിയിൽ നിന്നൊരു ഇൻസ്പിറേഷൻ കിട്ടി. അതുപോലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നാണെങ്കിലും അച്ഛന്മാരെല്ലാവരും പറഞ്ഞു, ഇതിന് വി ഷാൽ ഗോ ഹെഡ് എന്നുള്ള ഒരു സപ്പോർട്ട് എനിക്ക് തന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഈവനിങ് സ്കൂൾ ഞാൻ തുടങ്ങിയത്. നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ഏകദേശം 50 പിള്ളേരെ കിട്ടി. അത് വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ളതാണ്. മാതാപിതാക്കന്മാർക്ക് അവരെ ട്യൂഷന് വിടാനോ അതുപോലെ തന്നെ സ്കൂളിൽ വിടാനോ അതുപോലെ തന്നെ നല്ലപോലെ ഭക്ഷണം കൊടുക്കാനോ ഒന്നും പറ്റുകയില്ലാത്ത പല കുടുംബങ്ങളിൽ നിന്നുമാണ് നമ്മളിങ്ങനെയുള്ള ഈ കുട്ടികളെ നമ്മൾ തിരഞ്ഞെടുത്തത്. ഏകദേശം 50 പിള്ളേരുണ്ട്. അതായത് KG1 തൊട്ട് 5ാം ക്ലാസ് വരെയാണ് ഞങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. പിന്നീട് നമുക്കിതിനെ കുറേ കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഭാവിയിൽ. അതുപോലെ തന്നെ നമ്മൾ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, കുറേ വാല്യൂസ്, കുറേ മോട്ടിവേഷൻസ്, കുറേ ഓറിയൻറ്റേഷൻസ്, കുറേ നല്ല മക്കളായിട്ട് വളരാനുള്ള കുറേ ചിന്തകൾ, കുറേ സ്റ്റഡികളൊക്കെ കൊടുക്കുക എന്നുള്ള ഒരു വലിയൊരു കോൺസെപ്റ്റും കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്. പിള്ളേരെ കൂടുതൽ റിലീജിയസ് ആയിട്ട് വളർത്തിക്കൊണ്ടുവരിക, അവരുടെ ഫെയ്ത്ത് ഫോർമേഷൻ, ഹൈജീൻ, അതെല്ലാം അവരെ പഠിപ്പിക്കണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം കൂടെയുണ്ട് ഇതിനോടൊപ്പം തന്നെ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ അതിനുള്ളൊരു വലിയ ശ്രമമാണിത്. അപ്പോൾ എൻ്റെ എല്ലാവരുടെയും പ്രാർത്ഥന സഹായം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊരു ഫസ്റ്റ് എൻഡോവറാണ്, ഫസ്റ്റ് ഒരു ഇനിഷ്യേറ്റീവാണ്. ദൈവം ഇതിൻ്റെ അനുഗ്രഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിക്കട്ടെ. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല ശീലങ്ങളും ചിട്ടകളും അച്ചടക്കവും വൃത്തിയും മര്യാദകളുമാണ് സ്കൂളിലെ മുഖ്യ പാഠ്യ വിഷയം. അതോടൊപ്പം മൂല്യബോധവും ധാർമ്മികതയുമാണ് ഇതര വിഷയങ്ങൾ. വ്യക്തിത്വ വികാസവും ആത്മധൈര്യവും വളർത്തേണ്ട ആവശ്യകതയും ഇതോടൊപ്പം കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും എടുത്തു കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനുമുപരിയായി ഈശോയെ പരിചയപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ 3 പാർട്ട് ടൈം അധ്യാപകരെ നിയമിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സന്ധ്യാ സ്കൂളുകൾ ഓരോ ഇടവകയിലും വരുമ്പോൾ നാടിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഇതറിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ 45 കുട്ടികൾ പുതിയ സ്കൂളിലെത്തിയെന്നത് വൈദികരെ ആവേശഭരിതരാക്കുന്നു. സ്കൂളിന്റെ വിജയത്തിനായി പ്രത്യേകം പ്രാർത്ഥനകളും വൈദികർ ചോദിക്കുന്നു.
ഇങ്ങനൊരു ഈവനിങ് സ്കൂളിനെ പറ്റിയുള്ള ആശയം എനിക്ക് കിട്ടിയത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പ്രദേശമൊക്കെ സന്ദർശിച്ചിരുന്നു, മിഷൻ പ്രദേശങ്ങൾ. അപ്പോൾ കണ്ടത് അനേകം കുട്ടികൾ, എല്ലാ കുട്ടികളും തന്നെ വലിയ ആവേശത്തോടെ, സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ നമ്മുടെ പള്ളികളിലേക്ക് ഓടിയെത്തുകയും പള്ളി കാര്യങ്ങൾ പങ്കെടുക്കുകയും കുദാശകൾ സ്വീകരിക്കാനും എല്ലാത്തിനും നല്ല താല്പര്യത്തോടെ അവർ ഓടിയെത്തുന്നതാണ് കണ്ടത്. പക്ഷേ കണ്ടത് അവിടെയുള്ള സൗകര്യങ്ങൾ തീരെ കുറവാണ്. പള്ളി എന്ന് പറയുന്നത് ചെറിയൊരു ഓലഷെഡോ ടെൻ ഒക്കെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ചിന്തയാണ് ഈ ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയത്. ഇവിടെ കളിയുണ്ട്, ചിരിയുണ്ട്, ഡാൻസുണ്ട്, പാട്ടുണ്ട്, പ്രസംഗം ഉണ്ട്, ഒത്തിരി കളികളുണ്ട്, വീഡിയോ പ്രദർശനമുണ്ട്, സിനിമയുണ്ട്. അതോടൊപ്പം അവർ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അവരെ ട്യൂഷൻ പോലെ പറഞ്ഞു കൊടുക്കുകയും എഴുതാനും വായിക്കാനും പഠിപ്പിക്കുകയും പെയിന്റിങ്, ഡ്രോയിങ് അങ്ങനെയുള്ള കാര്യങ്ങളും കലയും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നു.